നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻ്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്നുള്ള ആ ഒരു വിഷയവും അതിന് ആസ്പദമാക്കി വരുന്ന പ്രശ്നങ്ങളും അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഈയടുത്ത് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. ഈയടുത്ത് ഇന്ത്യയിൽ നടത്തിയ ചില പഠനങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്നത് ഏകദേശം ഇന്ത്യയിൽ നാല് പേരെ എടുത്താൽ അതിൻ്റെ അകത്ത് ഒരാളെങ്കിലും ഒന്നെങ്കിൽ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബീസ്, അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ള വ്യക്തികളിൽ പെടുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. ഈയടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഈ മൻ കി ബാത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ അമിതവണ്ണം നമ്മുടെ പല രോഗങ്ങൾക്കും വഴിതെളിക്കുന്നു എന്നും അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ അമിതവണ്ണം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും അത് നമുക്ക് ഫലപ്രദമായ രീതിയിൽ ആഹാര ക്രമീകരണത്തിലൂടെ എക്സസൈസുകളിലൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ മരുന്നുകൾ നമുക്ക് ഇതിനു വേണ്ടി മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കാം, അതിൻ്റെ പല വശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഒരു ശൈലിയെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡയറ്റ് ആൻഡ് എക്സസൈസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വണ്ണം വെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആഹാരം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കാലറി നമ്മൾ അകത്തേക്ക് എടുക്കുന്നു. അത്രയും കാലറീസ് നമുക്ക് പലപ്പോഴും കത്തിച്ച് കളയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനാണെങ്കിൽ പല കഴിക്കുന്ന സാധനങ്ങളിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒത്തിരി കാലറീസ് എടുക്കാം. അപ്പോൾ ഒരു സമോസ നമ്മൾ കഴിച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കാം. ഏകദേശം 300 കാലറി ഉണ്ട് അതിൻ്റെ അകത്ത്. 100 കാലറി കത്തിക്കണമെങ്കിൽ അരമണിക്കൂർ നടക്കണം. അപ്പോൾ ഒരു സമോസയുടെ അത്രയും കാലറി നമ്മൾ കത്തിച്ച് കളയണമെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ നടക്കണം. അതുപോലെ നമ്മളൊരു ബിരിയാണി പോലത്തെയുള്ള ഒരു മീൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 800 അല്ലെങ്കിൽ 900 കാലറീസ് അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് കാലറീസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ജങ്ക് ഫുഡ്സും അതുപോലെ തന്നെ ഓയിലി ഫുഡ്സും ബേക്കറി ഐറ്റംസും അതുപോലെയുള്ള അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോസേജസ്, ടിൻഡ് ഫുഡ്സ്, ക്യാൻഡ് ഫ്രൂട്ട് ജ്യൂസസ്, ഫിസി ഡ്രിങ്ക്സ്, ഇതിനകത്തൊക്കെ ഒത്തിരി കാലറീസും ഷുഗറും അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് കത്തിച്ച് കളയാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആരും അത്രയും എക്സസൈസ് ചെയ്യാനായിട്ടുള്ള സമയം നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ദിവസത്തെ നമ്മുടെ ബാക്കി ജോലികളുടെ ഇടയിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഡയറ്റിൽ എന്താണ് നമ്മൾ ക്രമീകരിക്കണം? അപ്പോൾ വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലറീസ് കുറയ്ക്കണം. അതേസമയം നമുക്ക് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കാനും പറ്റില്ല. അപ്പോൾ കാലറി കുറവുള്ള ഫുഡ് സ്റ്റഫ്സ് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാലറി കുറവുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് മുകളിലുണ്ടാകുന്ന പച്ചക്കറികൾ എല്ലാം തന്നെ കാലറി വളരെ ലോ ആണ്, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മണ്ണിന് താഴെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളിൽ ട്യൂബേഴ്സിൽ കാലറി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉരുളക്കിഴങ്ങ്, കൂർക്ക, ചേന, കപ്പ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കാലറീസ് ഉണ്ട്. അപ്പോൾ അത് ട്യൂബേഴ്സ് അത്ര നല്ലതല്ല. ഈ കാലറി അധികം ഇല്ലാത്ത നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് എന്നുള്ളത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്കൊരു വലിയ ലിസ്റ്റ് കിട്ടും. ഈ ലിസ്റ്റിനകത്തുള്ള സാധനങ്ങളിനകത്തൊക്കെ അത് പച്ചയ്ക്ക് കഴിക്കണമെന്നൊന്നുമില്ല. നമുക്ക് കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് നമ്മുടെ പ്ലേറ്റിൽ നന്നായിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ വയറ് ഫുള്ളാവും, അധികം കഴിക്കാൻ തോന്നില്ല, ആൻഡ് നമുക്ക് കാലറി കുറവുള്ള രീതിയിൽ നമുക്ക് വിശക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് ഒരു ഓപ്ഷൻ. ഇതിൻ്റെ കൂടെ നമുക്ക് പ്രോട്ടീൻസ് ആവശ്യത്തിലെടുക്കാം. ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ചിക്കൻ, ഫിഷ്, എഗ് വൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എണ്ണയിൽ കുക്ക് ചെയ്യാതെ കറി വെച്ചോ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും അധികം കാലറീസ് ഇല്ല. കാലറീസ് ഉണ്ട്, പക്ഷേ അധികമില്ല. നമ്മൾ കുറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചോറ്, ഇഡ്ഡലി, ദോശ, പുട്ട്, കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഉടനെ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഇതൊന്നും കഴിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ കുറയ്ക്കണം
എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഒരിക്കലും കഴിക്കരുത് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിത് കുറച്ചെടുക്കുക. ബാക്കി നമ്മുടെ പ്ലേറ്റ് ഈ കാലറി കുറവുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചിക്കൻ, ഫിഷ്, എഗ് വൈറ്റ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അകത്ത്, പല ഫ്രൂട്ട്സിൻ്റെ അകത്തും കാലറീസ് കുറവുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിളിൻ്റെ അകത്ത് ഒരു 70 കാലറിയേ ഉള്ളൂ. അപ്പോൾ ആപ്പിള്, പേരയ്ക്ക, പഴം, ഇത്തരം കാര്യങ്ങളിലൊക്കെ കാലറീസ് കുറവാണ്. പ്രോസസ്ഡ് ഫ്രൂട്ട്സിൽ ഒത്തിരി കാലറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈന്തപ്പഴം, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് അടിക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റോ ഫ്രൂട്ട്സ് നല്ലതാണ്. നല്ല രീതിയിൽ കഴുകി ഫ്രൂട്ട്സ് നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് എടുക്കുക. പ്രോട്ടീൻസ് നോൺ വെജിറ്റേറിയൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിക്കൻ, ഫിഷ്, എഗ് വൈറ്റ്. വെജിറ്റേറിയൻ ആണെങ്കിൽ സോയ ചങ്ക്സ്, പയറുവർഗ്ഗങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് കാലറി കൗണ്ട് കുറയ്ക്കുകയും അതേ സമയത്ത് നമ്മുടെ വയറ് ഫുള്ളാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു കൺസെപ്റ്റ് പ്ലേറ്റ് മെത്തേഡ് എന്നാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് നമ്മുടെ മുമ്പേ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുക്ക് കൂടി ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ ഹാഫ് ഭാഗം, ആ ഹാഫ് ഓഫ് ദാറ്റ് പ്ലേറ്റ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കണം. മറ്റേ ഹാഫിൻ്റെ ഒരു കാൽ ഭാഗം ഫിഷോ ചിക്കനോ അങ്ങനത്തെ കാര്യങ്ങൾ, പ്രോട്ടീൻസ് ആവാം. ബാക്കിയുള്ള സ്ഥലത്ത് ആ ഒരു കാൽ ഭാഗമാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ ഒരു പ്ലേറ്റിൽ നിറയെ ചോറും അല്ലെങ്കിൽ ചപ്പാത്തിയും അതിൻ്റെ അറ്റത്ത് മാത്രം കുറച്ച് കറികൾ, ആ ഒരു രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനിൽ നിന്ന് നമ്മൾ മാറാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് അമിത വണ്ണമുള്ളവർ, വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ ഒരു രീതിയിലുള്ളൊരു ഡയറ്റ് പ്ലാനിലേക്ക് നമ്മൾ പോകണം. പിന്നെ ഒരു ആഹാരം കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് നമ്മുടെ ആപ്പിറ്റൈറ്റ് റെഡ്യൂസ് ചെയ്യും. അതിൻ്റെ നമുക്ക് വയറ് ഫുള്ളാവും. നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ നിന്ന് കുറവായിരിക്കും നമ്മൾ കഴിക്കുന്നത്. 3, നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 20 മിനിറ്റ് എങ്കിലും ടൈം കൊടുത്ത് വേണം കഴിക്കാനായിട്ട്. പലപ്പോഴും നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ നമ്മൾ ഫോൺ നോക്കുന്നു, അല്ലെങ്കിൽ TV കാണുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പറ്റുന്നത് നമ്മൾ പലപ്പോഴും അമിതമായി ആവശ്യമില്ലാതെ കൂടുതൽ കഴിക്കും. അതുമാത്രമല്ല, നമ്മൾ കഴിച്ചിട്ട് നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ള ആ സെൻസേഷൻ, അല്ലെങ്കിൽ സറ്റൈറ്റി എന്നാണ് അതിനെ പറയുന്നത്, ആ സിഗ്നൽ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് തലച്ചോറിലേക്ക് വരണമെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും ഓവർ ഈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇനി വെയിറ്റ് കുറയാൻ വേണ്ടി വേറെ പല ഡയറ്ററി ടെക്നിക്സും കൂടിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം. അത് പലരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ രാവിലെ ഒരു 8 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് നമ്മൾ കഴിക്കുന്നു. 4 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ ഒരു 8 മണി വരെ നമ്മൾ ഫുഡൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഫാസ്റ്റിംഗ് എഫക്റ്റ് ഈവനിങ് കിട്ടുകയും ആ സമയത്ത് നമ്മുടെ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൽ നിന്ന് നമ്മുടെ ശരീരം ആവശ്യത്തെ ഊർജ്ജത്തിന് വേണ്ടി അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചിലർക്ക് അതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ 5-2 ഡയറ്റ് എന്ന് പറയുന്നൊരു ഡയറ്റ് ഉണ്ട്. 5-2 ഡയറ്റ് എന്ന് പറഞ്ഞാൽ 5 ദിവസം നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നു, 2 ദിവസം നമ്മൾ കാലറി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചിക്കൻ, ഫിഷും, എഗ് വൈറ്റും മാത്രമുള്ള രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ. എന്ന് വെച്ചാൽ ഒരു 1000 കാലറിയുടെ താഴെ വരുന്ന ഒരു ഡയറ്റ് പ്ലാൻ എടുക്കും. ഈ 2 ദിവസം ഒരുമിച്ച് എടുക്കേണ്ട കാര്യമില്ല. ആഴ്ചയിലെ തിങ്കളാഴ്ച ഒരു ദിവസവും വേണമെങ്കിൽ വ്യാഴാഴ്ച ഒരു ദിവസം, ഇങ്ങനെ 2 ദിവസം നമ്മൾ ഇതുപോലെയുള്ള ലോ കാലറി ഫുഡ് എടുക്കുന്നു. ബാക്കി ദിവസം നമ്മൾ നോർമൽ കാലറീസ് എടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ 5-2 ഡയറ്റ് എന്ന് പറയുന്നത്. 5 ദിവസം നോർമൽ, 2 ഡേയ്സ് ലോ കാലറി ഡയറ്റ്. ഇത് കൂടാതെ ചിലർക്ക് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും കാലറി കുറച്ച് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് ബാക്കിയുള്ളത് എടുക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് ഡയറ്റിൽ ചെയ്യാവുന്ന ക്രമീകരണം.